മിക്കി മൗസ് എന്ന് പറഞ്ഞ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളിലെല്ലാവരും. അപ്പോൾ പിന്നെ വാൾട്ട് ഡിസ്നി ആരാന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ലല്ലോ. വാൾട്ട് ഡിസ്നി അതുപോലെ തന്നെ അമേരിക്കൻ ബിസിനസ്മാനായ റോയ് ഒലിവർ ഡിസ്നി സ്ഥാപിച്ച അമേരിക്കൻ തീം പാർക്കായിരുന്നു ഡിസ്നി വേൾഡ്. അപ്പോൾ ആരോടെങ്കിലും നമ്മൾ ചെന്നിട്ട് ഡിസ്നി വേൾഡിനെ കുറിച്ചിട്ട് 5 വാക്ക് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാട് കയറിയിട്ടായിരിക്കും പറയുക. ഡിസ്നി വേൾഡിൽ കയറി കഴിഞ്ഞാൽ പുതിയൊരു രാജ്യത്തോട്ട് കയറിയൊരു ഫീലിംഗ് ആയിരിക്കും, പുതിയൊരു ഒരു വേൾഡിലോട്ട് കയറിയൊരു ഫീലിംഗ് ആയിരിക്കും. അതാണ് ഇതാണ് മാങ്ങാത്തൊലിയാണ് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാട് കയറി ഒരുപാട് എക്സ്പെക്റ്റേഷനാണ് അവർക്കുള്ളത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്നി വേൾഡ് ഒരുപാട് സ്റ്റുപ്പിഡ് തിങ്സ് നമ്മളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പുറത്തുള്ള ഒരുപാട് അവരുടെ കസ്റ്റമേഴ്സ് ഒരിക്കലും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു സംഭവമാണ് കുട്ടികളെ കടത്താണ്. ഇതൊരു പുതിയ തരം കടത്തലാണ്. നമ്മൾ പലതരം കടത്തൽ നമ്മൾ കണ്ടിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് കണ്ടിട്ടുണ്ട്, മദ്യക്കടത്ത് കണ്ടിട്ടുണ്ട്, കള്ളക്കടത്ത് കണ്ടിട്ടുണ്ട്. ഇത് പുതിയൊരു സംഭവമാണ്. ഡിസ്നി വേൾഡിൽ സ്പേസ് മൗണ്ടനാണ് ഈ ഒരു സംഭവം അരങ്ങേറിയിട്ടുള്ളത്. അതായത് പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഒരു കപ്പിൾസ് ഭാര്യയും ഭർത്താവും, അങ്ങനെ ഈ ഭാര്യയുടെ കയ്യിൽ ഒരു കറുത്ത കളറിലുള്ള ഒരു വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു. ഇവർ സ്പേസ് മൗണ്ടൻ റൈഡിനകത്ത് കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഇവിടെ അരങ്ങേറുന്നത്. അപ്പോൾ ഒരു കാസ്റ്റ് മെമ്പർ പെട്ടെന്ന് ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ ആ ഒരു ബാഗിന് എന്തൊരു ശബ്ദം വരുന്നുണ്ടല്ലോ, അതൊന്ന് നോക്കാൻ തരുമോന്ന്. അപ്പോൾ ഈ കാസ്റ്റ് മെമ്പർ ആരാന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാസ്റ്റ് മെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ജോലിക്കാരനെയാണ് നമ്മൾ കാസ്റ്റ് മെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടുത്തെ ആൾക്കാർ ഒരിക്കലും നമ്മൾ എംപ്ലോയി വർക്കർ എന്ന് ഒരിക്കലും വിളിക്കരുത്. കാരണം അതവിടെ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അയാൾ ചോദിച്ചു ആ ബാഗ് എനിക്കൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാര്യ പറഞ്ഞു ഒരിക്കലും ഇല്ല, അതിനകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർ റിഫ്യൂസ് ചെയ്തു. അങ്ങനെ പിന്നീട് ഒരുപാട് ബലമൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ ആ ഒരു ബാഗ് ഇവർ തുറന്നു നോക്കിയപ്പോൾ അതിൽ 6 വയസ്സായ ചെറിയൊരു പിഞ്ചു കുഞ്ഞായിരുന്നു ആ ഒരു ബാഗിലുണ്ടായിരുന്നത്. അപ്പോൾ പറയാന്നുണ്ടെങ്കിൽ നമ്മളെ മൈ ബിഗ് ഫാദർ പറഞ്ഞ ജയറാമും ഇന്നസ് ബക്രുവിൻ്റെ ഒരു പാടുണ്ടല്ലോ, അതിൽ ഇന്നസ് ബക്രു ജയറാമിൻ്റെ ചെറിയ കുട്ടീനെ ബാഗിൽ അടച്ചിടുന്ന സീൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇവരെന്ത് ചെയ്ത് ആ ഒരു കുട്ടീനെ ആ ഒരു ബാഗിൽ ഇവർ അടച്ചിട്ട്, അതും പറയാന്നുണ്ടെങ്കിൽ ഒരു റൈഡിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടീനെ ആ ബാഗിനകത്ത് അടച്ചിട്ടു. അങ്ങനെ പിന്നീട് ഇവർക്ക് ഒരുപാട് പ്രശ്നം പോലീസ് കേസൊക്കെ ആയി എന്നാണ് പറയുന്നത്. അടുത്തൊരു സംഭവം അരങ്ങേറുന്നത് ടോം സീവിയർ ആയിട്ടിലാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. ഒരു ചെറിയൊരു ആൺകുട്ടി അവിടുത്തെ ഒരു ലേക്കിൽ മുങ്ങി മരിക്കുന്ന രീതിയിൽ അവിടുത്തെ ഒരു കാസ്റ്റ് മെമ്പർ കാണാൻ വേണ്ടി ഇടയായി. അപ്പോൾ അവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ രക്ഷിച്ചതും ഈ കാസ്റ്റ് മെമ്പർ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് അറിയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാസ്റ്റ് മെമ്പർ ടെർസൻ്റെ കോസ്റ്റ്യൂമിലായിരുന്നു എന്നുള്ളതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്നി വേൾഡ് അതുപോലെ ഡിസ്നി ഐഡൻറ്റി അവിടുത്തെ ഒരു റൂളുണ്ട്. അവിടുത്തെ കാസ്റ്റ് മെമ്പർ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂമിലാണ് എന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റിയിലുമാണ് അവർക്ക് നടക്കേണ്ടതായിട്ട് വരിക. അതായത് ഇപ്പോൾ മിക്കി മൗസിൻ്റെ ക്യാരക്ടറിലാണ് ഇവർ നടക്കുന്നത്, കോസ്റ്റ്യൂമാണ് എടുത്തിട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മിക്കി മൗസ് എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ വേണം ഇവർക്കും നടക്കേണ്ടതായിട്ട് വരിക. മിക്കി മൗസ് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്കും സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, നേരെ ടെർസൻ്റെ കോസ്റ്റ്യൂം ആയതുകൊണ്ട് തന്നെ ടെർസൻ എങ്ങനെയാണ് ലേക്കിലോട്ട് എടുത്ത് ചാടുന്നത് അതുപോലെ തന്നെ ഇയാൾ ലേക്കിലോട്ട് എടുത്ത് ചാടുന്നുണ്ടാകും. കാരണം ടെർസൻ എങ്ങനെ വെച്ചാൽ നെഞ്ഞത്തൊക്കെ അടിച്ചിട്ടായിരിക്കും ചാടുന്നുണ്ടാകുക. അതുപോലെ തന്നെ ഇദ്ദേഹം ചാടും ചെന്നിട്ട് ആൺകുടി രക്ഷിച്ചിട്ട് അമ്മയുടെ അടുത്ത് കൊടുത്തതിന് ശേഷം ഒരു പഞ്ച് ഡയലോഗ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെർസൻ ഈസ് വെരി ബ്രേവ് ബട്ട് എവരി വൺ ക്യാൻ ബി എ ഹീറോ എന്നൊരു പഞ്ച് ഇംഗ്ലീഷ് ഡയലോഗ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെർസൻ്റെ പല എപ്പിസോഡും നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പഞ്ച് ഡയലോഗ് ടെർസനും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കാരണം അതുകൊണ്ടായിരിക്കണം ഇദ്ദേഹം ആ ഒരു ഡയലോഗ് ഇദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അടുത്തൊരു സംഭവം നടക്കുന്നത് 2007 അതായത് ടിഗർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂം അണിഞ്ഞ ഒരു കാസ്റ്റ് മെമ്പർ 14 വയസ്സുകാരനായ ഒരു ചെക്കൻ്റെ മുഖത്ത് അടിക്കുന്നതാണ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ആ ഒരു സമയത്ത് 2007 ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടൊരു വീഡിയോ ആയിരുന്നു. ഫേസ്ബുക്കിലും ട്വിറ്ററിലൂടെ ഒക്കെ ഒരുപാട് ഷെയർ ചെയ്ത് വന്നിരുന്നൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ആ ഒരു വീഡിയോ നിലവിലുണ്ട്. എന്നാൽ അത് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോടൊപ്പം എനിക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് കണ്ടൻറ്റാണ്. എങ്ങനെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാനായിട്ട് വളരെ അധികം സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നടന്നിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയും പിന്നെ കുട്ടിയുടെ പാരൻസും ടിഗറിനെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ കുട്ടി ടിഗറിനെ ഒരുപാട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടിഗറിൻ്റെ മുഖത്ത് പിടിച്ച് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് മാന്തയും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇറിറ്റേഷന് കാരണമായിരിക്കാം ടിഗർ മുഖത്ത് അടിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റ്യൂമർ തന്നു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ട് വരും. കുട്ടികളാകുമ്പോൾ എന്തായാലും ഇറിറ്റേറ്റിംഗ് കാര്യമൊക്കെ ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഡിസ്നി വേൾഡിന് വലിയൊരു നാണക്കേട് ആ ഒരു രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കാസ്റ്റ് മെമ്പർ ഒരു കുട്ടിനെ അടിക്കാമെന്ന് പറയുമ്പോൾ അത് വലിയൊരു നാണക്കേടായിരുന്നു ഡിസ്നി വേൾഡ് ഉണ്ടായിട്ടുള്ളത്. അടുത്തത് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റൂളാണ്. ഒന്നാമത്തെ റൂൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാസ്റ്റ് മെമ്പർ ഏതൊരു കോസ്റ്റ്യൂം അതായത് ക്യാരക്ടർ കോസ്റ്റ്യൂം കണ്ടു കഴിഞ്ഞാൽ
ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഇയാൾക്ക് നടക്കേണ്ടതായിട്ട് വരിക. മറ്റൊരു രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോസ്റ്റ്യൂം ഒരിക്കലും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഊരി കാണിക്കരുത്. അതായത് പറയാന്നുണ്ടെങ്കിൽ ഒരു മിക്കി മൗസിൻ്റെ കോസ്റ്റ്യൂമാണ് എടുത്ത് അണിഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു മിക്കി മൗസിൻ്റെ ഹെഡ് അതായത് ഹെൽമെറ്റ് ഒരിക്കലും ഊരി കാണിക്കരുത് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഇവരുടെ ഒരു പ്രൊഫഷൻ ഒരു നാണക്കേടുള്ള രീതിയിലാണ് ഡിസ്നി ലാൻഡ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഡംബോ എന്ന് പറയുന്ന ഒരു കാസ്റ്റ് മെമ്പർ അതായത് ഡംബോ എന്ന് പറയുന്ന ഒരു കോസ്റ്റ്യൂം അണിഞ്ഞൊരു കാസ്റ്റ് മെമ്പർ പെട്ടെന്ന് ഇവരുടെ പരേഡിനിടയിൽ ഹെൽമെറ്റ് ഊരി കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെൽമെറ്റ് ഒരു വലിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്നി ലാൻഡ് അതുപോലെ ഡിസ്നി വേൾഡിൽ ഓരോ അരമണിക്കൂർ കൂടുന്നവർ അവിടെ ഒരു പരേഡ് നടക്കാറുണ്ട്. ആ ഒരു പരേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വാൾട്ട് ഡിസ്നി രൂപകൽപ്പന ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതിനകത്തുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സംബന്ധിച്ച് വെച്ചാൽ നട്ടുച്ചക്കായിരുന്നു ഈ ഒരു പരേഡ് നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇയാളുടെ കോസ്റ്റ്യൂം അതുപോലെ തന്നെ പുറത്ത് ഈ ഡംബോൻ്റെ കോസ്റ്റ്യൂമൊക്കെ അണിഞ്ഞുകൊണ്ട് ഒരുപാട് ചൂടായിരിക്കും ഇതിനകത്ത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇയാൾ ഈ ഒരു ഹെൽമെറ്റ് ഊരി കളഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ഇയാൾ ഒരിക്കലും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഒരുപാട് ടെമ്പറേച്ചറൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. പുറത്ത് ആളിങ്ങനെ ചിരിച്ച് കളിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ടായിരിക്കുക. ഉള്ളിലത്തെ ഫീലിംഗ് ഇയാൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഇത് പിന്നീട് ഇയാളുടെ ജോലി പ്രശ്നങ്ങളൊക്കെ ആയി എന്നാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് കുറച്ചും കൂടി വിഷമം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2004 പ്ലൂട്ടോയുടെ കോസ്റ്റ്യൂം അണിഞ്ഞിരുന്ന ഒരു 30 വയസ്സുകാരനായ ഒരു കാസ്റ്റ്യൂം അവർ മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ 2004 ദ ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ ഒരു പരേഡിനിടയ്ക്കായിരുന്നു ഇയാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പരേഡ് കഴിഞ്ഞ ആ ഒരു സമയത്ത് പെട്ടെന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ തിക്കി തിരക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു തിക്കിനും തിരക്കിനിടയിൽ പെട്ടുകൊണ്ടായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിന് ശേഷമായിരുന്നു ഡിസ്നി വേൾഡിൽ ഒരുപാട് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഇവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരുപാട് ന്യൂസിലും കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റിഗേഷനൊക്കെ വിഷയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. അപ്പോൾ പിന്നെ ഏതായാലും ഈ ഒരു വീഡിയോ അവിടെ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിസ്നി വേൾഡിൽ ഒരുപാട് ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.